ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന +1 ഫിസിക്സ് നമ്മൾ 2017 മാർച്ച് പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് വന്നത്, ഏതൊക്കെ മോഡൽ ക്വസ്റ്റ്യൻസാണ്, വൺ വേർഡ്സ് എന്തായിരുന്നു, 2 മാർക്കിന് ഡെറിവേഷൻസ് ഏതൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്, ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് എവിടെ നിന്നൊക്കെ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പരിചയപ്പെടാൻ വേണ്ടി ആണ് മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കി 2016 അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ, 15, 14, 13 അങ്ങോട്ടുള്ള അത് പണ്ട് ആ സമയത്തൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് അതാണ് ഇപ്പോൾ വരുന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ക്വാളിറ്റി, അല്ലാണ്ട് ഇമ്പോർട്ടൻറ്റ് മാത്രം പഠിച്ച് പോകുന്ന സമയത്തുള്ള പണി കിട്ടുന്നതുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള NCERT എക്സസൈസുള്ള ക്വസ്റ്റ്യൻസും NCERT നല്ല കോൺസെപ്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഞാൻ വാരി വലിച്ച് നീട്ടുന്നില്ല, ഞാൻ ഈ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്ന് നമുക്ക് നോക്കാം. ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചാപ്റ്റർ വൈസ് ആണ് കേട്ടോ ഈ ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ആ ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻസും ചാപ്റ്റർ വൈസ് ഇങ്ങനെ സെറ്റാക്കി ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് പിക്ക് ദ ഓഡ് വൺ ഔട്ട് എമംഗ് ദ ഫോളോയിങ് ഫോഴ്സസ്. അത് നമ്മുടെ ഏതായിരുന്നു ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ്. ഇപ്പോൾ അത് ഡിലീറ്റ് ആയി പോയി. ആ ടൈം ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, ആ ടോപ്പിക്സ് ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ, അതിലിപ്പോൾ ഫോഴ്സിൽ ഏതാണ് ഓഡ് വൺ, അത് വിസ്കസ് ഫോഴ്സ് ആണ്. ബാക്കിയുള്ളതൊക്കെ ഫണ്ടമെൻ്റൽ ഫോഴ്സിൽ വരുന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ടു, അതിപ്പോൾ ഞാൻ പറഞ്ഞില്ല മാർക്ക് ആ ഓർഡറിലല്ല, പബ്ലിക് എക്സാം 1 മാർക്ക് ആ ഓർഡറിലല്ല, ചാപ്റ്റർ വൈസ് അറേഞ്ച്മെൻറ്റിലെ രീതിയിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക, രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ആ രീതിയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം സെറ്റാക്കിയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഫിഗർ കണ്ടാൽ തന്നെ മനസ്സിലാവും, 2 ഡാൻസേഴ്സിൻ്റെ ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഏതാണ് അവർ വരുന്നത്, കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ദ ഡിമോൺസ്ട്രേഷൻ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം ഈസ് സ്കീമാറ്റിക്കലി ഷോൺ ഇൻ ദ ഫിഗർ എന്ന് പറഞ്ഞത്. ഏത് ഫിഗറിലാണ് ആംഗുലർ വെലോസിറ്റി കൂടുതലുണ്ടാവുക, ഏതിലാണ്? ഫിഗർ ബിയിലാണല്ലേ. കാരണം അവിടെ 6 കുറവാണ്, മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കുറവാണ്. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കുറയുമ്പോൾ ഒമേഗ കൂടണം അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2 സിസ്റ്റംസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് തേർഡ് സിസ്റ്റം ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ഈച്ച് അതർ. ഇത് പറയുന്ന ലോ ഏതാണ്? ഓക്കെ, ഏതാണ്? 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ, എ സ്റ്റീൽ റോഡ് ഹാസ് എ റേഡിയസ് ഓഫ് 10 mm ആൻഡ് എ ലെങ്ത് ഓഫ് 1 meter. എ 100 kN force stretches along its length. Calculate the elongation of the steel rod. സ്റ്റീലിൻ്റെ യങ്സ് മോഡുലസ് 2 × 10⁻11 Nm/m², പാസ്കലാണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ മക്കൾ നിങ്ങൾ ഈ പറയുന്ന ഇക്വേഷൻ ജസ്റ്റ് നോട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ വാരി വലിച്ച് പറയുന്നില്ല, കാരണം എഴുതി സമയം കിട്ടുന്നില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതുള്ളൂ. ഇൻ കേസ് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തുതരാം. y = FL / A∆L. അതിൽ ആ ഡെൽറ്റ എല്ലിൻ്റെ കേസാണ്. ഞാൻ ഇത് ഓൾറെഡി സോൾഡിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് കാണാം. സോൾഡിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഡെൽറ്റ എല്ല് FL / AY ചെയ്താൽ മതി. ഓക്കെ, അതല്ലെങ്കിൽ ഒരു ഓർ ക്വസ്റ്റ്യനും കൂടെയുണ്ട്. മെറ്റൽ ക്യൂബ് ഓഫ് സൈഡ് 10 cm സബ്ജക്ട് ടു എ ഷിയർ സ്ട്രെസ് 10⁻⁴ Nm/m². കാൽക്കുലേറ്റ് ദ റിജിഡിറ്റി മോഡുലസ് ഇഫ് ദ ടോപ്പ് ഓഫ് ദ ക്യൂബ് ഈസ് ഡിസ്പ്ലേസ്ഡ് ബൈ 0.05 cm വിത്ത് റെസ്പെക്ട് ടു ദ ബോട്ടം. അപ്പോൾ നമ്മൾ റിജിഡിറ്റി മോഡുലസ് G = FL / AX, എന്നിട്ട് ആ എക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എക്സിൻ്റെ ഇക്വേഷൻ നമ്മൾ നോട്ട് ചെയ്ത് നോക്കണേ. X = FL / AG, FL AG. അതൊക്കെ ക്വസ്റ്റ്യനിലുണ്ട്, കൊടുക്കുക. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് ലിഫ്റ്റ് ആണ്. ഫ്ലൂയിഡിൽ നിന്ന് ഹൈഡ്രോളിക് ലിഫ്റ്റ്, അതുപോലെ പാസ്കൽസിലോ പഠിക്കണം. ഹൈഡ്രോളിക് ലിഫ്റ്റ് അതിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രം ഒക്കെ അറിഞ്ഞിരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 6, എസ്റ്റിമേറ്റ് ദ ആവറേജ് തെർമൽ. നല്ല ക്വസ്റ്റ്യൻ ആണ് അത്. ആവറേജ് തെർമൽ എനർജി ഓഫ് ഹീലിയം ആറ്റം അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് 27°C. ബോൾട്ട്സ്മാൻ കോൺസ്റ്റന്റ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ നിന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. NCERT ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. ABC എന്ന് പറഞ്ഞിട്ട് അതിൽ A ക്വസ്റ്റ്യൻ ആണ് മക്കൾ, ഹീലിയം ആറ്റത്തിൻ്റെ ആവറേജ് തെർമൽ എനർജി ചോദിക്കുന്നത്. അപ്പോൾ എന്നാൽ = അല്ലെങ്കിൽ എന്താണ് ആവറേജ് തെർമൽ എനർജി = 3/2 kBT ആണ്. അവിടെ KB ഉണ്ട്, T തന്നിട്ടുണ്ട്. ടെമ്പറേച്ചർ 27°C, അതിനെ കെൽവിനിലേക്ക് മാറ്റാം, വേറൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യും, 27 + 273.15 അല്ലെങ്കിൽ 273 ചെയ്താൽ മതി, 300 കിട്ടി. KB അവിടെയുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കണം മക്കളെ. ഞാനിത് എഴുതി എഴുതുമ്പോൾ നല്ല ലാഗാകും, കാരണം ഞാൻ കുറേ ലാബറേറ്ററി എക്സ്പ്ലനേഷൻ വരും, അതുകൊണ്ടാണ്. അപ്പോൾ 3/2 KBൻ്റെ വാല്യൂ 3 ആണ്. 1.38 × 10⁻23 നമ്മൾ 300 ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ ആൻസർ കിട്ടി. അത്രയും ജൂൾ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 7 പറയുന്നത് ഗ്രാഫ് ബിലോ എക്സിബിറ്റ്സ് ദ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ സെറ്റാണ് എന്നുള്ള ഫീൽ ഉണ്ടോ നോക്കുക. ഇൻ കേസ് ഏതും കിട്ടാത്തുണ്ടെങ്കിൽ, കാരണം ചില ക്വസ്റ്റ്യൻസ് അങ്ങനെ ഉണ്ടാകും, കാരണം നല്ല ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കിട്ടാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ഞാൻ പറയുന്നതനുസരിച്ച് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ 2 അനോമലസ് എക്സ്പാൻഷൻ്റെ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. ആയിക്കോട്ടെ, തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ്
ഓഫ് മാറ്ററിൽ നമ്മൾ അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടറിൻ്റെ ആ ഭാഗത്താണ് അബ്നോർമൽ എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. അപ്പോൾ ഈ ഗ്രാഫുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലേക്കിൻ്റെ ഹൗ ലേക്സ് ഫ്രീസ് ഫ്രം ദ ടോപ്പ് ടു ബോട്ടം, നമ്മളറിയാം ടോപ്പ് ടു ബോട്ടം ലേക്ക് ഫ്രീസ് ആണ് യൂറോപ്യൻ കൺട്രീസിൻ്റെ കേസിലൊക്കെ നമ്മൾ പറയുന്നില്ല, ആ ഒരു സംഭവമാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 8 പറയുന്നത് തെർമോഡൈനാമിക്സിലാണ്. ഓക്കെ, തെർമോഡൈൻ പ്രോസസ്സ്, ഫീച്ചേഴ്സ്, വർക്ക് ഡൺ ഡ്യൂറിങ് പ്രോസസ്സ്, ഐസോബാറിക്, ഐസോതെർമൽ, അഡിയാബാറ്റിക് ആണ് തെർമോഡൈൻ പ്രോസസ്സ് കൊടുത്തിരിക്കുന്നത്. അവരുടെ ഫീച്ചേഴ്സും പിന്നെ അവരുടെ വർക്കിൻ്റെ ഇക്വേഷനാണ് കൊടുത്തിരിക്കുന്നത്. മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ജസ്റ്റ് നോക്കുക, നിങ്ങൾക്കത് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, നോക്കി ഐസോബാറിക്കിൻ്റെ എന്താണ് വരിക, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണോ, പ്രഷർ കോൺസ്റ്റൻ്റ് ആണോ, വോളിയം ഞാൻ പറയുന്നില്ല, നിങ്ങൾ എന്നെ അത് മനസ്സിൽ പറയാം കേട്ടോ. ഓക്കെ, എന്നാൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അതുപോലെ കമൻറ്റ് ബോക്സിൽ പറയാൻ പറ്റുന്ന കേസൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലും പറഞ്ഞു. അതുപോലെ തന്നെ ഐസോബാറിക്കിൻ്റെ ഇക്വേഷൻ എന്താ, μRT log V2/V1 ആണോ, അല്ലെങ്കിൽ 0 ആണോ, P×V2 - V1 ആണോ, അല്ലെങ്കിൽ R/divided/gamma -1 × T1 - T2 ആണ്. അതുപോലെ ബാക്കിയെല്ലാം നിങ്ങൾ ജസ്റ്റ് കിട്ടുന്നുണ്ട് ചെക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 9 വരുന്നത് അത് ഡിലീറ്റഡ് ടോപ്പിക്കാണ്. പാരലാക്സ് മെത്തേഡ്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നിന്നാണ് ആ ഒരു ഭാഗം വരുന്നത്. അതിൻ്റെ ബി പാർട്ട് മസ്റ്റ് സ്റ്റഡിയാണ്. mv² = mgh എന്ന് പറയുന്ന ആ ഇക്വേഷൻ കറക്റ്റാണ് ഇല്ല, ചെയ്യാൻ പറ്റില്ല മക്കളെ, സിമ്പിളല്ലേ, അതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ചെക്ക് ദ കറക്റ്റ്നസ്. ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കിയേ. ഓക്കെ, അതിൽ എ പാർട്ട് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് യൂണിഫോം സർക്കുലർ മോഷൻ. എൻ്റെ നിങ്ങൾ മോഷനെ പ്ലെയിൻ എന്ന് പറയുന്ന ആ ചാപ്റ്റർ ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള വീഡിയോ കണ്ട കുട്ടികൾക്ക് അറിയാം ഏത് ലെവൽ ക്വസ്റ്റ്യൻസ് പോയിട്ടുണ്ടെന്നല്ലേ. ഓക്കെ, അവിടെ ഞാൻ ഈ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് പറയുന്നുണ്ട്. കുറേ കുട്ടികൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചതിനാൽ ചില ഏതോ കുട്ടിയുടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ കുട്ടി കുറേ ഓൾമോസ്റ്റ് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം ഓക്കെയാണ്. അപ്പോൾ ആ കമൻറ്റ് എന്ത് ചെയ്തിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്, ഈ ക്വസ്റ്റ്യൻ കേട്ടോ. യൂണിഫോം സർക്കുലർ മോഷനുമായി ബന്ധപ്പെട്ട് താഴെ തന്ന സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, വായിക്കുക പറയാം. ഞാൻ പറയുന്നത് ഞാനായിട്ട് ചെയ്യുന്നില്ല, കാരണം ഞാൻ തൊട്ട് മുമ്പ് 2 വീഡിയോ ഞാൻ ഇത് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ബി പാർട്ട് പറയുന്നത് മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കണം. മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ എന്താ, പ്രൊജക്റ്റിൻ്റെ H = U² sin² θ/2g. മോഷന് പ്ലെയിൻ്റെ മോഡൽ എന്ത് ടഫ് വന്നു കഴിഞ്ഞാലും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ യു തന്നിട്ടുണ്ട്, യു എത്രയാണ്, 20 m/s ക്വസ്റ്റ്യൻ നോക്കിയാൽ കിട്ടും. sin² θ 30 ഉണ്ട് /2g. അപ്പോൾ U² sin² θ/2g ഇക്വേഷനിൽ ഡയറക്റ്റ് പ്രോബ്ലം, സിമ്പിൾ പ്രോബ്ലം, അതൊരു ക്വാളിറ്റി ഒന്നും ഇല്ല, ഡയറക്റ്റ് പ്രോബ്ലം ആണ് അവർ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ വാല്യൂസ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുക പറ്റുമല്ലോ മക്കളെ. ക്വസ്റ്റ്യൻ നമ്പർ 11 പോകുമ്പോൾ എസ്കേപ്പ് സ്പീഡ്, ഗ്രാവിറ്റേഷൻ എന്ന ടോപ്പിക്ക് 4 ഓപ്ഷൻ ഉണ്ട്. എസ്കേപ്പ് സ്പീഡ് ഫ്രം ദ സർഫേസ് ഓഫ് ദ എർത്ത് ഈസ് ഗിവൺ ബൈ ആരാണ്, ഓപ്ഷൻ എ തന്നെയാണ് അല്ലേ, √2gr. അതിൽ ബി പാർട്ട് ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് സർക്കുലേറ്റിംഗ് ദ എർത്ത് ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 3400 km ഫ്രം ദ സർഫേസ് ഓഫ് എർത്ത്. നിങ്ങൾ മക്കളെ 4-5 പ്രോബ്ലം മിനിമം നിങ്ങൾ പ്രതീക്ഷിച്ചേ കേട്ടോ. ഇഫ് ദ റേഡിയസ് ഓഫ് എർത്ത് 6400 km ആണ്, g 9.8 m/s² ആണെങ്കിൽ ഓർബിറ്റൽ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓർബിറ്റൽ വെലോസിറ്റിൻ്റെ ഇക്വേഷൻ എന്താണ് മക്കൾ, നിങ്ങൾ ജസ്റ്റ് ഞാൻ പറയുന്ന നോട്ട് ചെയ്യണം. √G M / R+H എന്ന് പറയുന്ന ആ ഇക്വേഷൻ കൊടുക്കാം. അല്ലെങ്കിൽ G വരുന്ന സ്മോൾ ലെറ്റർ G വരുന്ന R+H ഇക്വേഷൻ ആണെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ ആ ഇക്വേഷനിൽ കൊടുക്കുക, ചെയ്യുക. ഇൻ കേസ് ആർക്കെങ്കിലും ഡയറക്റ്റ് ഇക്വേഷനാണ് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം, ഞാൻ ചെയ്തുതരും. ക്വസ്റ്റ്യൻ നമ്പർ 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസിലേഷനിലാണ് പോകുന്നത്. എമംഗ് ദ ഫോളോയിങ് വിച്ച് ആർ ദ എക്സാമ്പിൾസ് ഓഫ് SHM അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സാമ്പിൾ ചെയ്താൽ. റൊട്ടേഷൻ ഓഫ് ദ എർത്ത് അബൌട്ട് ഇറ്റ്സ് ആക്സിസ് ഒരിക്കലും ഓസിലേഷൻ അല്ല, അത് റൊട്ടേഷൻ തന്നെ. വെർട്ടിക്കൽ ഓസിലേഷൻ ഓഫ് എ ലോഡ് സ്പ്രിംഗ് ഓസിലേഷൻ ആണ്. ഓസിലേഷൻ ഓഫ് സിമ്പിൾ പെൻഡുലം ഓസിലേഷൻ SHM എക്സാമ്പിൾ ആണ്. 4ാമത് യൂണിഫോം സർക്കുലർ മോഷൻ അല്ല, അത് 2 ഡയമെൻഷൻ അല്ലെങ്കിൽ നമ്മുടെ റൊട്ടേഷൻ മോഷനൊക്കെ എക്സാമ്പിൾ എന്ന് പറയാം, സർക്കുലർ മോഷൻ. അപ്പോൾ നമുക്ക് SHM എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് 2nd വൺ ആൻഡ് 3rd വൺ ആണ്. ദെൻ ബി പാർട്ട് പറയുന്നത് SHM ഡിസ്പ്ലേസ്മെൻറ്റ് ഇക്വേഷൻ x of t is equal to a cos of omega t plus phi ആണെന്ന് പറയുന്നുണ്ട്. ഐഡൻറ്റിഫൈ ആൻഡ് ഡിഫൈൻ എ ആൻഡ് ഒമേഗ. എ ആരാണ്, ആംപ്ലിറ്റ്യൂഡാണ്, മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. ഒമേഗ ആംഗുലാർ ഫ്രീക്വൻസി, അതിൻ്റെ ഇക്വേഷനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ആംഗുലാർ ഫ്രീക്വൻസി ഓർ ആംഗുലാർ വെലോസിറ്റി. ഓക്കെ, ഒമേഗ = 2π/t 2π അതുമായി ബന്ധപ്പെട്ട് എഴുതി കൊടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 13 വരുന്നത് ഈ പ്രോബ്ലം ഞാൻ എന്ത് ചെയ്തു, ഈ പ്രോബ്ലം മാത്രമായിട്ട് ഞാൻ ഒരു ന്യൂമെറിക്കൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ അവിടെ ഞാൻ ചെയ്ത് കഴിഞ്ഞതാണ്. ക്വസ്റ്റ്യൻ നമ്പർ അതിൽ 13th ബി പാർട്ട് ഫണ്ടമെൻ്റൽ മോഡ്, നമുക്കൊരു സ്ട്രെച്ചഡ് സ്ട്രിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ മോഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ഹാർമോണിക്സ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഡ്രോ ദ ഫിഗർ ദാറ്റ് ഷോസ് ദ സെക്കൻഡ് ഹാർമോണിക്സിൻ്റെ ഫിഗർ വരയ്ക്കണം. ഇഫ് എൽ ഈസ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്, ന്യൂ ഈസ് ദ സ്പീഡ് ഓഫ് ദ വേവ് ഇൻ ദ സ്ട്രിങ്, വാട്ട് ആർ ദി ഇക്വേഷൻസ് ഓഫ് ഫസ്റ്റും സെക്കൻഡ് ഹാർമോണിക്സിൻ്റെ നമ്മുടെ സ്പീഡിൻ്റെ ഇക്വേഷൻ ഇല്ലേ, ν1 = v/2l. ഓക്കെ, രണ്ടാമത്തെ ആണെങ്കിൽ എന്താണ് 2 × v/2l അല്ലെങ്കിൽ 2ν1 എന്നൊക്കെ പറയുന്നത് ഒന്നുമില്ല മക്കളെ, ഫ്രീക്വൻസി ഫസ്റ്റ് മോഡ്, സെക്കൻഡ് മോഡ്, തേർഡ് മോഡ്. അത് ക്ലോസ്ഡ് പൈപ്പും ഓപ്പൺ പൈപ്പും സ്ട്രെച്ചഡ് സ്ട്രിങ് 3 ഫിഗർ വെച്ച് ഫ്രീക്വൻസീസിൻ്റെ ഫൈനൽ ആൻസേഴ്സ് അല്ലെങ്കിൽ റേഷ്യോ
അടക്കം പഠിച്ചു വെക്കാം കേട്ടോ. ദെൻ അതിൽ വരുന്ന 14th ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒബ്ജക്റ്റ് റിലീസ്ഡ് നിയർ ദ സർഫേസ് ഓഫ് ദ എർത്ത് സെറ്റ് ടു ബി ഇൻ ഫ്രീ ഫാൾ. നമുക്കറിയാം, അത് കാണുമ്പോൾ തന്നെ പറയാൻ മനസ്സിലാക്കും, സ്ട്രെയിറ്റ് ലൈൻ ആണ്. താഴെ തന്നതിൽ താഴെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ് ആൾട്ടർനേറ്റീവ് ഫ്രം ദ ക്ലൂസ് ഗിവൺ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്. ഫ്രീ ഫാൾ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ആക്സലറേറ്റഡ് മോഷൻ. യൂണിഫോം ആക്സലറേഷൻ ആണോ അല്ലെങ്കിൽ നോൺ യൂണിഫോം ആക്സലറേഷൻ ആണോ എന്നാണ് ചോദിക്കുന്നത്. എന്താണ് യൂണിഫോം ആക്സലറേറ്റഡ് മോഷനാണ് ഫ്രീ ഫാൾ. അതിൽ ബി പാർട്ട് ഒരു ടേബിൾ, ഇൻകംപ്ലീറ്റ് ടേബിളാണ്, അത് നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം എന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, ഓക്കെ. ടൈം 0, വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള ടേബിളാണ് തന്നിരിക്കുന്നത്. 0, 0. 1-ന് വെലോസിറ്റി തന്നിട്ടില്ല, 2-നും വെലോസിറ്റി തന്നിട്ടില്ല. ബാക്കി 3-ന് 30 ആണ്, 4-ന് 40 ആണ്, 5-ന് 50 ആണ് തന്നത്. അപ്പോൾ 1-ന് എത്രയാണ്? 10 ആണ്, 2-ന് 20. നിങ്ങളെ കളിയാക്കുന്ന പോലെ ഉണ്ടല്ലേ. ദെൻ അത് വെച്ചിട്ട് നിങ്ങളൊരു ടേബിൾ, കംപ്ലീറ്റ് ടേബിൾ ആൻഡ് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണം. വെലോസിറ്റിയും ടൈമും തന്നെയാണ് ഡാറ്റ, അത് നോക്കി വരയ്ക്കുക. ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും. അങ്ങനെ സി പാർട്ട് ഉണ്ട്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്താണ് മക്കളെ? ഡിസ്പ്ലേസ്മെൻ്റ് ആണല്ലേ. ദെൻ 15ാമത്തെ ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ല, ക്വസ്റ്റ്യൻസ് ആ ഒരു ഓർഡറിലല്ല വന്നിട്ടുണ്ടായിരുന്നു. ഇത് ചാപ്റ്റർ വൈസ് വന്ന ക്വസ്റ്റ്യൻസ് സെറ്റാക്കി വരുന്നതാണ് കേട്ടോ. ഓക്കെ. ദെൻ ബാങ്ക് റോഡിൻ്റെ കേസ് സ്കീമാറ്റിക് ഡയഗ്രാം തന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ 15ാമത്തെ ക്വസ്റ്റ്യൻ. അന്ന് എക്സാമിന് 15 അല്ല അത് ഉണ്ടാവേണ്ടത്. ഓക്കെ, ഒന്നുമില്ല. സെൻട്രിപിറ്റൽ ഫോഴ്സ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഹൊറിസോണ്ടൽ കമ്പോണൻസ് ഓഫ് എൻ ആൻഡ് എഫ് ആണ്. അങ്ങനെയാണെങ്കിൽ മാക്സിമം സേഫ് സ്പീഡ് റൂട്ട് ഓഫ് ആർ ജി മ്യൂസ് പ്ലസ് ടാൻ തീറ്റ ബൈ 1 മൈനസ് മ്യൂസ് ടാൻ തീറ്റേൻ്റെ ഡെറിവേഷൻ, ലോസ് ഓഫ് മോഷൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. റയർ ക്വസ്റ്റ്യൻസ്, ഷുവർ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി അങ്ങനെ പഠിക്കണം മക്കൾ. ഇമ്പോർട്ടൻറ്റ് മാത്രം പഠിച്ചിട്ട് പോവല്ലേ. ഓക്കെ, അപ്പോൾ ആ 1 വേർഡ്സും പ്രോബ്ലംസ് ഒക്കെയാണ് തൊട്ടുമ്പോൾ ലോസ് ഓഫ് മോഷൻ ചെയ്തതാണ്. അതിൽ തന്നെ ഒപ്റ്റിമം സ്പീഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക, ഒപ്റ്റിമം സ്പീഡ് എന്ന് പറയുമ്പോൾ ടു അവോയ്ഡ് വിയർ ആൻഡ് ടിയറിൻ്റെ കേസാണെങ്കിൽ ഒപ്റ്റിമം സ്പീഡ് എന്ന് പറയുമ്പോൾ തന്നെ റൂട്ട് ആർ ജി ടാൻ തീറ്റ നമ്മുടെ മൈൻഡിലേക്ക് വരണേ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 16. എനർജി ഓഫ് എ ബോഡി ഈസ് ഡിഫൈൻഡ് ആസ് ഇറ്റ്സ് കപ്പാസിറ്റി ഓഫ് ഡൂയിങ് വർക്ക്. ആയിക്കോട്ടെ, ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എനർജി പൊസസ്ഡ് ബൈ എ ബോഡി ബൈ വെർച്യു ഓഫ് ഇറ്റ്സ് മോഷൻ കൈനറ്റിക് എനർജി ആണല്ലേ. ബി പാർട്ട് കൈനറ്റിക് എനർജി അക്വേർഡ് ബൈ എ ബോഡീൻ്റെ പ്രോബ്ലം ചോദിക്കുകയാണ്. മാസ് 5 കിലോഗ്രാം ആണ്, ഹൊറിസോണ്ടൽ ഫോഴ്സ് ഓഫ് 20 ന്യൂട്ടൺ കൊടുത്ത് ഇനീഷ്യലി ഓൺ റെസ്റ്റിലായിരുന്നു. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം അറ്റ് ദ എൻഡ് ഓഫ് 10 സെക്കൻഡ്. അപ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ എന്താണ്? ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് നോർമലി എന്ത് ചെയ്യാം, അവിടെ കൈനറ്റിക് എനർജി വി തന്നിട്ടില്ല, u 0 ആണെന്ന് മനസ്സിലായിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്, ഫോഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, എഫ് ഇസ് ഈക്വൽ എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി ഉപയോഗിക്കുക. വി മൈനസ് യു ബൈ ടി ഉപയോഗിച്ചിട്ട് അതിൽ നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കുന്നു. അതിലൂടെ ഹാഫ് എം വി സ്ക്വയറിൽ കൊടുക്കുന്നു, നിങ്ങൾക്ക് കൈനറ്റിക് എനർജി കിട്ടുന്നു മക്കളെ. ദെൻ താഴെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ട്രൂ ഓർ ഫാൾസ്. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ഓൺ ഇറ്റ് ബൈ ദ നെറ്റ് ഫോഴ്സ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെങ്കിലും ട്രൂ ആണോ ഫാൾസ് ആണോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 16 സി കേട്ടോ, അങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി. 16 സി ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് പറയുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ തന്നെ പറയാം, അങ്ങനത്തെ റെയർ സാധനങ്ങളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. ക്വസ്റ്റ്യൻ ചിലപ്പോൾ പഠിച്ച കുട്ടിയായിരിക്കും, ചിലപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഡൗട്ട് ആയിരിക്കും, ട്രൂ ആണോ ഫാൾസ് ആണോ എന്നൊക്കെയാണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. ക്വസ്റ്റ്യൻ നമ്പർ 17. ആംഗുലർ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ ഇസ് ദ റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഇറ്റ്സ് ലീനിയർ മൊമെൻറ്റം. റൊട്ടേഷൻ മോഷൻ ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗുലർ മൊമെൻറ്റും ലീനിയർ മൊമെൻറ്റും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്? ഓപ്ഷൻ ബി ആണ്, എൽ വെക്ടർ ഇസ് ഈക്വൽ ടു ആർ വെക്ടർ ക്രോസ് പി വെക്ടർ. നമ്മൾ നോർമലി എൽ വെക്ടർ ക്യാപിറ്റൽ എൽ ആണ് പറയുക, ഓപ്ഷനിൽ സ്മോൾ ഇത്ര എൽ തന്നപ്പോൾ നമ്മൾ അതിനനുസരിച്ച് എന്ത് തൃപ്തിപ്പെടുന്നു, അത്രയേ ഉള്ളൂ. ബി പാർട്ട് പറയുന്ന ഒന്നുമില്ല, റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലർ മൊമെൻറ്റം. നമ്മുടെ ടോയ്സ് ഈക്വൽ ഡി എൽ ബൈ ഡി ടിയുടെ ഡെറിവേഷൻ. അവിടെ അപ്രാവശ്യം അക്കൊല്ലം ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ റൊട്ടേഷൻ മോഷൻ നിന്ന് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് വന്നിട്ടുണ്ടായിരുന്നത്. മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഇൻ റൊട്ടേഷൻ മോഷൻ ഈസ് അനലോഗസ് ടു മാസ് ഇൻ ലീനിയർ മോഷൻ ആണ്. അല്ലെങ്കിൽ ലീനിയർ മോഷനിൽ മാസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് റൊട്ടേഷൻ മോഷനിൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ വരുന്നത്. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് എ സർക്കുലർ ഡിസ്ക് അബൌട്ട് ആൻ ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ അറ്റ് ദ സെൻറ്റർ ഇസ് ഗിവൺ ബൈ. ഇപ്പോൾ നമുക്ക് പറയാം പ്രശ്നമൊന്നുമില്ല, മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ഡിഫറൻറ്റ് ബോഡീസിൻ്റെ ഭാഗമാണ്. ഓക്കെ, സെൻട്രൽ കൂടി പോകുന്നത് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആണ്. ഡിസ്കിൻ്റെ കേസിൽ വരുമ്പോൾ ആൻസർ mr²/2 ആണല്ലേ. mr²/2 ആൻസർ ഈസ് ഓപ്ഷൻ 4 അല്ലെങ്കിൽ ഓപ്ഷൻ ഡി എന്ന് വേണം പറയാം. അതിൽ ബി പാർട്ടിൽ സ്റ്റേറ്റ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറി ഇപ്പം വേണ്ട, ഡിലീറ്റ് ആയി പോയതാണ്, അതുകൊണ്ട് നമ്മൾ കൂടുതൽ നോക്കുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 18. ആ ഫിഗർ കണ്ടാൽ അറിയാം, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അത് വരുന്നത്. റീജിയൻ ഓഫ് സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. അപ്പോൾ ഏരിയ ഡിഫറൻ്റ് ആണ്. കൺസർവേഷൻ ഓഫ് മാസുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിയുമായി ബന്ധപ്പെട്ട് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി A1 V1 = A2 V2 = A3 V3 അല്ലെങ്കിൽ A V = കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ A പ്രൊപ്പോർഷണൽ ടു 1/V. ഏരിയ ആണ്, V വെലോസിറ്റി ആണ് എന്നുള്ള ആ ഒരു ഡെറിവേഷനാണ് ചെയ്യേണ്ടത്. ബി പാർട്ട് റെയ്നോൾഡ്സ് നമ്പറിൻ്റെ ഇക്വേഷൻ താഴെ തന്നതിൽ ഏതാണ് ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു? ആൻസർ ഈസ് ഓപ്ഷൻ സി അല്ലേ, അല്ലെങ്കിൽ ഓപ്ഷൻ 3 ρVd/ET ആണ് നമ്മൾ റെയ്നോൾഡ്സ് നമ്പർ. <1000 ആണെങ്കിൽ സ്ട്രീം ലൈൻ, <2000 ആണെങ്കിൽ ആരാണ്? <2000 ആണ് ആരൊക്കെ വരിക? നമ്മുടെ
ടർബുലൻറ്റ് ഫ്ലോ ആണ്, ഇൻ ബിറ്റ്വീൻ ആണ് അൺസ്റ്റഡി എന്ന് പറയും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്ന കൊല്ലം സ്കിമാറ്റിക് ഡയഗ്രാം ഓഫ് എ ക്യാപ്പിലർ. വളരെയധികം ഇമ്പോർട്ടൻറ്റ് മക്കളെ മോഡൽ എക്സ്. ഇപ്രാവശ്യം പബ്ലിക്കിന് ഞാൻ നല്ലോണം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫ്ലൂയിഡിൽ നിന്നുള്ള ടോപ്പിക്ക് ക്യാപ്പിലാരിറ്റിയും എക്സസ് പ്രഷറും ആണ്. ഓക്കെ, ബെർണോളിയും പാസ്കലിലും പഠിക്കണം, പക്ഷേ ക്യാപ്പിലാരിറ്റി നിങ്ങൾ പഠിക്കാതെ പോകരുതെന്ന് ഞാൻ ഹൈലൈറ്റ് ചെയ്യാണ്. ഓക്കെ, നാരോ ട്യൂബ് സ്റ്റോൺ ഫിഗർ ആയിക്കോട്ടെ, അവിടെ എച്ചിൻ്റെ ഇക്വേഷൻ ആണ്. എ ക്വസ്റ്റ്യൻ 2s cos θ ബൈ എ റോ എച്ചിയുടെ ഡെറിവേഷൻ. ആ ഡെറിവേഷൻ വേണമെങ്കിൽ മക്കളെ ഫ്ലൂയിഡിൻ്റെ എല്ലാ ചാപ്റ്ററിനും പ്ലേലിസ്റ്റ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡെറിവേഷൻ വേണമെങ്കിൽ ഒന്ന് കയറി കണ്ടാൽ മതി, NCERT ഡെറിവേഷൻ കിട്ടും. അതിൽ ബി പാർട്ട് പറയുന്നത് ഓൺ ദ സർഫേസ് ഓഫ് ദ മൂൺ ദ ലിക്വിഡ് ഇൻ എ ക്യാപ്പിലറി ട്യൂബ് വിൽ റൈസ് ടു ദ. ഓക്കെ, കോൺസെപ്റ്റിൽ വന്ന് മക്കളെ നിങ്ങൾക്കുള്ള അവസരമാണ്, ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അതായത് മൂണിൻ്റെ സർഫേസിലാണെങ്കിൽ ഇപ്പോൾ എർത്തിൻ്റെ സർഫേസിലാണെങ്കിൽ എച്ച് ആണെങ്കിൽ മൂണിൻ്റെ സർഫേസിലേക്ക് പോകുമ്പം ആ എച്ചിന് എന്താ സംഭവിക്കുക നമുക്കറിയാം. HSCL 2s cos θ ബൈ എ റോ ജി ഡിനോമിനേറ്ററിലാണ്. അങ്ങനെയാണ്, വളരെ സിമ്പിളാണ്, പക്ഷെ ഒന്ന് തിങ്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എച്ച് കൂടാണോ ചെയ്യുക കുറയാണോ ചെയ്യുക, എർത്തിൻ്റെ അതേ ഹൈറ്റ് തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇൻഫിനിറ്റ് ഹൈറ്റ് ആണ് ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് മക്കളെ അവിടെ ഉണ്ടായിരുന്നത്. 2017 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക. ഇത് വന്നാൽ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണോ, അല്ലെങ്കിൽ ടഫ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യൻസ് ബുദ്ധിമുട്ടിച്ചോ എന്നുള്ള കേസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ ആണോ? അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി, ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ മക്കൾ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ട്. സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് കണ്ട് നോക്കട്ടോ. ഇത് നല്ല ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ 2017 ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. വലിയ സീനൊന്നും ഇല്ലയെന്ന് തോന്നുന്നത്. 1-2 ക്വസ്റ്റ്യൻസ് ചെറുങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് 2016 നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാം. ചെറിയ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് വാരി വലിച്ച് നീട്ടാതെ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുണ്ടോ മക്കൾ നിങ്ങൾ ചോദിക്കുക. നെക്സ്റ്റ് സെഷനിൽ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ 2016 ആണ്, ഏതാണ് നമുക്ക് നോക്കിയിട്ട് നമുക്ക് വീണ്ടും അത് ചെയ്യാം കേട്ടോ. സോ നെക്സ്റ്റ് സെഷനിൽ കാണാം മക്കളെ. ഓക്കെ, താങ്ക് യു.